1.5 വയസ്സുള്ള ഒരു കുട്ടീന്റെ ജനനേന്ദ്രിയം മുറിച്ചു കളയാൻ ശ്രമിച്ചു അത്ര. നീ എന്താ സുന്നത്താണോ ചെയ്തത്? ഞാൻ പറയുന്ന അഷ്കറിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാവും. അഷ്കറും അഖിലേന്റെയും വഴിവിട്ട ബന്ധത്തില് 1.5 വയസ്സായ ഒരു കുട്ടീനെ കൊന്നത്. ഒന്ന് സംസാരിക്കാനും കൂടി ശേഷിയില്ലാത്ത ഒരു കുട്ടീനെ 56 മുറിവുകൾ അത്ര ഉണ്ടാക്കിയത്, അത് പല ദിവസങ്ങളില്. എന്തൊരു ക്രൂരതയാണ്! ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ ശരിക്കും? എന്നാൽ ഈ കൊലയാളിയെ സപ്പോർട്ട് ചെയ്ത അവന്റെ കാമുകിയായ ആ കുട്ടിയുടെ അമ്മയായ അഖിലയോ, അവൾക്ക് അറിയാലോ അഷ്കർ എന്തായാലും കുട്ടീനെ കൊല്ലുന്നുള്ളത്. അപ്പൊ കൊല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കുക തന്നെയല്ല ചെയ്തിരിക്കണത്. 56 മുറിവുകൾ പലപ്പോഴായിട്ട് ആ കുട്ടീന്റെ ദേഹത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറെ ദിവസം മുമ്പായിരിക്കും. ഇതെന്തായാലും ഒരു കുട്ടീന്റെ അമ്മയ്ക്ക് അറിയാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ അഖില എന്ന ഈ വൃത്തികെട്ട പെണ്ണ് ആ കുട്ടിയെ അഷ്കറിനെ ഏൽപ്പിച്ചിട്ട് 3 ദിവസം ഡാൻസ് കളിക്കാൻ തമിഴ്നാട്ടിൽ പോയി ഇത്ര. അപ്പൊ അത് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ കൊടുത്തത്. കുട്ടിയെ കൊന്നു കഴിഞ്ഞു. എന്നിട്ടും ആ അഖില ആ അഷ്കറിനെ രക്ഷിക്കാനാ ശ്രമിച്ചിരിക്കുന്നത്. കാരണം എന്റെ ഭർത്താവ് എന്റെ കുട്ടിയെ നന്നായിട്ട് നോക്കും ഇത്ര. ഒരു സ്വന്തം കുട്ടിയെക്കാട്ടിലും വലുത് അഖിലയ്ക്ക് അഖിലയുടെ കാമമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവൾ എന്തായാലും കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. എനിക്കും അഷ്കറിനും ഇടയിൽ മൂന്നാമതൊരു സന്തതി വേണ്ട എന്ന് വിചാരിച്ചും കൊണ്ട് തന്നെയല്ലേ കൊന്നത്. സ്വന്തം കുട്ടിയെക്കാട്ടിലും വലുത് തന്നെയാണ് അവൾക്ക് സ്വന്തം സുഖം. അതുകൊണ്ട് തന്നെയല്ലേ കുട്ടിയെ കൊന്നത്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് വലിയ യുവ തലമുറകളും. സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നൊക്കെ ചപ്പട വാദങ്ങളാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അഖില എന്ന സ്ത്രീക്ക് മാനസിക രോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തു വരുന്ന കഥകൾ പ്രകാരം ആദ്യം അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. കുട്ടിയെ വയറില് ഗർഭിണി ആയപ്പോ തന്നെ ഭർത്താവ് സൂസൈഡ് ചെയ്തു. ഈ സൂസൈഡ് ചെയ്യാൻ കാരണം അഖിലയുടെ വഴിവിട്ട ബന്ധം കാരണമാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വെളിയിൽ വരുന്ന കഥയാണ്. നമുക്ക് അതിനെ പറ്റി സീരിയസ് ആയിട്ട് അറിയില്ല. എന്തുകൊണ്ടാണ് വൈഫ് ഗർഭിണിയായിട്ട് അവൻ സൂസൈഡ് ചെയ്യുന്നതാവാ? പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും സങ്കടം അവന്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. അതിന് ശേഷമാണ് ഈ അഷ്കർ വരുന്നത്. അഷ്കർ ആണെങ്കിലോ ആ നാട്ടിലെ ഏറ്റവും വലിയ കൊലയാളി. അഷ്കറിന്റെ ആദ്യത്തെ ഭാര്യനെ അടിച്ച് കോമയിലാക്കിയ ഒരുത്തൻ അവനെ തന്നെ പോയി സ്നേഹിച്ചിരിക്കുന്നു. ഈ ലോകത്ത് ആർക്കും ആരെയും വേണിച്ചാലും സ്നേഹിക്കാം, അതിനൊരു തടസ്സമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തും കൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലേണ്ട ആവശ്യം? നിങ്ങൾക്ക് ആ കുട്ടിയെ വേണ്ടെങ്കിൽ ആ കുട്ടിയെ വല്ല അനാഥാലയത്തിൽ നിങ്ങൾക്ക് ഏൽപ്പിക്കാം. ഇവിടെ കുഞ്ഞുങ്ങളില്ലാണ്ട് എത്രയോ ദമ്പതിമാര് നന്നായിട്ട് തന്നെ വിഷമിക്കുന്നുണ്ട്. അവരെ നിങ്ങൾക്ക് ഏൽപ്പിക്കാം. അവര് പൊന്നുപോലെ നോക്കിക്കോളും. ശരിക്കും പറഞ്ഞാൽ അഷ്കർ എന്ന കൊലയാളിയെക്കാട്ടിലും ആ കൊലയാളിക്ക് കൊല്ലാൻ കൊടുത്ത അഖില തന്നെയാണ് ഏറ്റവും വലിയ കൊലയാളി. ഇനിയിപ്പോ ഈ അഖിലേനെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയ ഫെമിനിസ്റ്റുകളൊക്കെ വരുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ദീപക് മരിച്ചപ്പോഴും കുറെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾ വന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ അഖിലേനെ ന്യായീകരിച്ച് വരുന്നുള്ളത് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല.